എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ചെറിയ മാമൻ ആള് സാസുകയോട് ചോദിക്കും, നീ സാക്ഷാൽ സാസുകയല്ലേ? മാമന്റെ ചോദ്യവും മുഖത്തെ ഗൗരവമൊക്കെ കണ്ട് ഇപ്പൊ സാസുക ഷോക്കാവും. ഇദ്ദേഹം എങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞു? അടുത്ത നിമിഷം ചെറിയ മാമൻ ആള് പൊട്ടിച്ചിരിക്കും. നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ വെറുതെ നിന്നെ കളിയാക്കാനായിട്ട് ചോദിച്ചതാണ്, നീ കാര്യാക്കണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അവനെ കൂളാക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നറൂട്ടോയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും പരസ്പരം സോറിയൊക്കെ പറഞ്ഞ് ഈഗോ ഒക്കെ മാറ്റിവെച്ച് വീണ്ടും ആ ബോൾ എടുത്ത് ഇപ്പൊ പ്രാക്ടീസ് ആരംഭിക്കും. ഇവിടെ മാമനാണെങ്കിൽ സാസുകയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോകും. അതിനുശേഷം രണ്ടുപേരും അവിടെ റിലാക്സ് ചെയ്യാണ്. മാമൻ പറയും, ആക്ച്വലി ഞങ്ങളുടെ സാസുക അവൻ എപ്പോഴും അവന്റെ ടീംമേറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യും. നറൂട്ടോയ്ക്ക് എന്ത് സംഭവിച്ചാലും ആദ്യം ഓടിയെത്തുക അവനായിരിക്കും. നീ നറൂട്ടോയെ പ്രൊട്ടക്ട് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് സാസുകയെ തന്നെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചോദിച്ചത്. നീ കാര്യമാക്കേണ്ട ആവശ്യമില്ല. നീ ആരാണെന്നോ എന്താണെന്നോ നിന്റെ റിയൽ ഐഡന്റിറ്റി എന്താണെന്നോ ഇതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ വിഷയം ഇപ്പൊ അതൊന്നും അല്ല. ആ വില്ലനെ അവനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ്. അതിന് സാസുകയാണെങ്കിൽ മാമന്റെ അടുത്തേക്ക് വന്ന് തല താഴ്ത്തി നിൽക്കും. ഐ എം സോറി, ഞങ്ങൾക്കിപ്പോ ഞങ്ങളുടെ ഐഡന്റിറ്റി അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ആ വില്ലനെ കണ്ടെത്തി അവനിൽ നിന്ന് നറൂട്ടോയെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. ആ 9 tail പവർ, അതാണ് ആ വില്ലന്റെ ലക്ഷ്യം. അവൻ ആ പവർ അബ്സോർബ് ചെയ്ത് നറൂട്ടോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഫ്യൂച്ചറിലും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. ആ വില്ലൻ എവിടുന്ന് വരും, എപ്പോ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. ആ വില്ലൻ അവൻ വരുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് ആയിട്ട് അത് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ അവനെ പിടിക്കാൻ പറ്റും. ഓക്കെ, നറൂട്ടോയുടെയും ബൊറൂട്ടോയുടെയും അവരുടെ രണ്ടുപേരുടെയും ട്രെയിനിങ് അതെങ്ങനെ പോകുന്നു? മാമനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, അവർ തമ്മിൽ എന്തോ ഒരു സിങ്ക് ഉണ്ട്. അവരുടെ രണ്ടുപേരുടെയും ബോഡി ആക്ഷൻസ് പവർ അതെല്ലാം തന്നെ പരസ്പരം സിങ്ക് ആവുന്നുണ്ട്. സോ വളരെ എളുപ്പത്തിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഒരുപാട് നേരം ട്രെയിനിങ് ഒക്കെ എടുത്ത് ആ റാവൺ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ട നൂഡിൽസ് അത് വാങ്ങി കഴിക്കാനായിട്ട് തുടങ്ങും. ബൊറൂട്ടോ ആണെങ്കിൽ ഒരുപാട് ദിവസങ്ങളായി അവന്റെ മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു ചോദ്യം അതിപ്പോ നറൂട്ടോട് ചോദിക്കുകയാണ്, എന്തിനാണ് സാസുക നിങ്ങളെയും ലീഫ് വില്ലേജിനെയും വിട്ട് പുറത്തേക്ക് പോയത്? അത് കേട്ട് നറൂട്ടോ അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. എന്നിട്ട് സിമ്പിളായി ക്യാഷ്വലായിട്ട് ബൊറൂട്ടോട് പറയും, അത് മറ്റൊന്നും കൊണ്ടല്ല, അവന് കൂടുതൽ പവർ അത് അക്യുമുലേറ്റ് ചെയ്യാനാണ്. ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാനും വില്ലന്മാരെ ചേർത്ത് നിൽക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പവർ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് അവൻ പുറത്തേക്ക് പോയത്. അവൻ ഉച്ചിഹ ക്ലാനിലെ ഒരേ ഒരു ഷിനോബി മാത്രമാണ്. അവനാണ് ഇപ്പൊ ആ ക്ലാനിൽ ജീവിച്ചിരിക്കുന്ന ഒരാള്. അവന്റെ ക്ലാൻ മുഴുവനായിട്ടും ഇല്ലാതാക്കിയ ഒരാളോടുള്ള പ്രതികാരം, അതാണ് അവനെ ഇങ്ങനെയാക്കി മാറ്റിയത്. അവനെ കൊല്ലുക, അവന്റെ റിവഞ്ച് അത് തീർക്കുക, അതാണ് അവന്റെ മെയിൻ ഉദ്ദേശം. ഞങ്ങൾ ഒരുപാട് തവണ അവനെ തടയാൻ ശ്രമിച്ചു, പക്ഷേ സാസുക ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ ഇവിടുന്ന് പോയി. സാസുകയെ തിരികെ കൊണ്ടുവരിക എന്നതാണ് എന്റെ ഉത്തരവാദിത്തം. കാരണം എനിക്കും അവനും തമ്മിൽ വലിയ ബോണ്ടുണ്ട്. എനിക്കവൻ എന്റെ ബ്രദറിനെ പോലെയാണ്. പക്ഷേ അവൻ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആ ഒറോച്ചിമാറുവിന്റെ കൂടെ കൂടി. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവൻ സത്യം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ കൂടെ വരും. കട്ട് ചെയ്ത ഇവിടെ ജിറയ മാമൻ സാസുകയോട് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ വില്ലനുമായിട്ട് ഏറ്റുമുട്ടി അവനെ കുറച്ചു നേരം പിടിച്ചു നിർത്തണം. ആ ഗ്യാപ്പില് അവന് വേണ്ടി ഒരു സീലിംഗ് ജിപ്സ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഞാൻ അവനെ ട്രാപ്പ് ചെയ്യാം. അതേസമയം ഇവിടെ ബൊറൂട്ടോയും നറൂട്ടോയും അവർ രണ്ടുപേരും ആ ബോൾ എടുത്ത് രാവും പകലും ട്രെയിനിങ് എടുക്കുകയാണ്. പക്ഷെ ബോൾ ആണെങ്കിൽ ഒരു പൊട്ടൽ പോയിട്ട് അതിനൊരു ക്രാക്ക് പോലും സംഭവിക്കില്ല. അപ്പോഴായിരിക്കും നറൂട്ടോയുടെ തലയിലേക്ക് ഒരു ഇല വന്ന് വീഴുക. അവന് പെട്ടെന്നൊരു ബുദ്ധി വെളിച്ചമുണ്ടായി. ബൊറൂട്ടോയുടെ കയ്യിൽ ഇപ്പൊ ഒരു സിമ്പിൾ ഇട്ട് കൊടുക്കും. അതിനുശേഷം ഇപ്പൊ ആ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് രണ്ടുപേരും നല്ല പവർ കൊടുത്ത് അത് പൊട്ടിക്കാൻ ശ്രമിക്കും. ഇത്തവണ ബോള് അത് റൊട്ടേറ്റ് ആവാതെ നല്ല രീതിയിൽ പ്രഷറൈസ്ഡ് ആവാൻ തുടങ്ങും. അപ്പോഴായിരിക്കും സാക്കുറ അവിടേക്ക് വന്ന് സാസുകയുടെ പോക്കറ്റിൽ നിന്ന് മുൻപ് വീണ ആ ഒരു പേപ്പർ അത് ബൊറൂട്ടോയെ കാണിക്കുക. സത്യം പറയ്, നിങ്ങൾ ആരാ? ഇതെനിക്ക് നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പോക്കറ്റിൽ നിന്ന് വീണ് കിട്ടിയതാണ്. ഇതിൽ എഴുതിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അത് മാഞ്ഞു പോയിരിക്കുകയാണ്. പേരുകൾ മാത്രമേ എനിക്കിതിൽ കാണാൻ പറ്റുന്നുള്ളൂ. സാരഡ, ബൊറൂട്ടോ, സാസുക. ഇതിൽ സാസുകയുടെ പേര് അതെങ്ങനെ വന്നു? ബൊറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടെന്നറിയില്ല. അവന്റെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടിക്കൂടി വരും. ബൊറൂട്ടോ ആണെങ്കിൽ കൂലങ്കക്ഷായിട്ട് ആലോചിച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് സിമ്പിളായിട്ട് പറയും, ഏയ് സാസുക എന്നുള്ള പേര് അത് നിങ്ങളുടെ ഫ്രണ്ടിന് മാത്രമല്ല, ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ പേരുണ്ടാവില്ലേ? ഞങ്ങൾ ഒരുപാട് ഗ്രാമങ്ങളിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണ്. സോ അവിടെ വെച്ച് പരിചയപ്പെട്ട ആരുടെയെങ്കിലും പേരായിരിക്കാം സാസുക. ഞങ്ങളിത് അവർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതോ ആയ ഒരു ലെറ്റർ ആവാ ഇത്. സോ ഇതിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അത് കേട്ട് സാക്കുറയും ഇപ്പൊ ഒന്നും മിണ്ടാതെ അവിടുന്ന് നടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോയും നറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ ആസുമ സെൻസായുടെയും ചോച്ചിയുടെയും ഈനോയുടെയും അങ്ങനെ അവന്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്.
അതിനുശേഷം വീണ്ടും ഇപ്പൊ ബൊറൂട്ടോയും നറൂട്ടോയും അവർ ഗ്രൗണ്ടിലേക്ക് വന്ന് ട്രെയിനിങ് ആരംഭിക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ വില്ലൻ നറൂട്ടോയെ തേടി എത്തിയ കാര്യം ഇവിടെ സാസുവയ്ക്ക് അവന് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ആ വില്ലനെ കണ്ട് ഇപ്പൊ നറൂട്ടോയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ വില്ലൻ അവൻ സാസുകയുടെ പവർ ഉപയോഗിച്ച് ഹെയർ സ്റ്റൈലും ലൈറ്റ്നിങ് പവറൊക്കെ ഉപയോഗിച്ച് അങ്ങനെ അറഞ്ചം പുറഞ്ചം നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാണ്. അടുത്ത നിമിഷം ജിറയ മാമനും സാസുകയും അവർ രണ്ടുപേരും അവിടേക്ക് എത്തി ഫുട്ബോളൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ ആ വില്ലനെ അറ്റാക്ക് ചെയ്യും. വില്ലനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ആയുധം അതുപയോഗിച്ച് മാമന്റെ ബോഡിയിൽ അങ്ങനെ കുത്തി ഇറക്കാണ്. ചോര തുളുമ്പി ആളങ്ങനെ താഴേക്ക് വീഴും. അത് കണ്ട് ബൊറൂട്ടോയും നറൂട്ടോയും അവർ നോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാസുക അവനാണെങ്കിൽ ആ വില്ലനെ പിടിച്ചു വലിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ നറൂട്ടോട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറയും. അപ്പോഴേക്കും ജിറയ മാമൻ ആൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ടമറും ജിപ്സുവിലൂടെ ഇപ്പൊ ആ വലിയ തവളയെ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ തവള ഇപ്പൊ ബൊറൂട്ടോയും നറൂട്ടോയും അങ്ങനെ തൂക്കിയെടുക്കുകയാണ്. ആ തവളയാണെങ്കിൽ സെക്കൻഡുകൾ വെച്ച് അവരെ 3 പേരെയും ഇപ്പൊ സേഫായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഉടനെ നറൂട്ടോ അവനാണെങ്കിൽ ഇപ്പൊ മാമന്റെ പരുക്ക് പറ്റിയ സ്ഥലത്ത് മരുന്നൊക്കെ വെച്ച് ബാൻഡേഡ് വെക്കുകയാണ്. അതേസമയം ബൊറൂട്ടോ ആണെങ്കിൽ എന്നെ അയച്ചുവിട് പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ സാസുകയുടെ അടുത്തേക്ക് പോവാൻ സമ്മതിക്ക്, എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നറൂട്ടോ നിലവിളിച്ച് കൊണ്ടേയിരിക്കും. മാമൻ പറയും തൽക്കാലം നിന്നെ അവിടേക്ക് വിടില്ല, അവിടേക്ക് ഇപ്പൊ പോയാൽ അത് വലിയ അപകടമാണെന്ന് പറഞ്ഞ് അവനെ അവിടെ തന്നെ ലോക്ക് ചെയ്ത് വെക്കും. കട്ട് ചെയ്ത ലോങ് ഷോട്ടിലായിട്ട് ഒരു നദിയുടെ തീരത്ത് സാസുകയാണെങ്കിൽ ബോധം കെട്ട് കിടക്കുകയാണ്. സാക്കുറയാണെങ്കിൽ അവിടേക്ക് ഓടി വന്ന് ഇപ്പൊ സാസുകയെ ചെക്ക് ചെയ്യും. അവനല്ലേ, ഇവൻ എന്തു പറ്റിയെന്നൊക്കെ ചിന്തിച്ച് അവളാണെങ്കിൽ ഇപ്പൊ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. അതിനുശേഷം അവന് ബോധം വന്നു മനസ്സിലാവും. അവൾ അവനെ താങ്ങിയെടുത്ത് അങ്ങനെ നടന്നു പോവാണ്. അതേസമയം ജിറയ മാമൻ ആളാണെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ആ വില്ലൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. വില്ലൻ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ അതായിരിക്കും ആളുടെ മനസ്സിൽ ഹോണ്ട് ചെയ്തിട്ടുണ്ടാവുക. നറൂട്ടോ ചോദിക്കും ആ വില്ലനെ കൊണ്ട് അത്ര എളുപ്പത്തിൽ ഫ്യൂച്ചറൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മാമനാണെങ്കിൽ ഇപ്പൊ തലപോഞ്ഞ് ആലോചിക്കും. ഉടനെ ബൊറൂട്ടോ പറയും പ്ലീസ് ഇനിയും ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്ത് അവനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പൊ അവർ 3 പേരും ഉഷാറായിട്ട് എവിടേക്ക് പോവാണ്. ബൊറൂട്ടോ പറയും എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, അത് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത ആ വില്ലൻ അവനാണെങ്കിൽ സാസുകയുടെ ഫുഡ് സ്റ്റെപ്സ് അതുപയോഗിച്ച് അവൻ നദിക്കരയിൽ കിടന്നിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തും. അവന് മനസ്സിലാവും ഏതോ ഒരു ചെറിയ കുട്ടിയാണ് സാസുകയെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോയതെന്ന്. അതേസമയം മറ്റൊരു ഭാഗത്ത് സാക്കുറയാണെങ്കിൽ അവനെ സേഫ് ആയിട്ടൊരു സ്ഥലത്ത് കിടത്തി സാക്കുറയുടെ ബോഡിയിൽ ഇപ്പൊ ഹീലിംഗ് ജിപ്സ് ഒക്കെ ഉപയോഗിച്ച് അവന്റെ ബോഡിയിലെ പരിക്കുകളെല്ലാം ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം ആ വില്ലൻ അവൻ ഫോളോ ചെയ്ത് സാക്കുറയുടെ അടുത്തേക്ക് വരികയാണ്. അവൻ വമ്പം കലിപ്പില് അവളോട് പറയും മര്യാദയ്ക്ക് അവനെ എനിക്ക് വിട്ടു തരുന്നതാണ് നിനക്ക് നല്ലത്, നീ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നീ കൂട്ടിക്കൊണ്ടുവന്ന അവൻ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയും. പക്ഷെ സാക്കുറയാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ വീണ്ടും അവളങ്ങനെ ഹീലിംഗ് പവർ ഉപയോഗിച്ച് അവനെ ഹീൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. നമ്മുടെ നറൂട്ടോയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ചാടി വീണ് ബോംബ് സ്ട്രിങ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവൻ ഓരോ അറ്റാക്കിൽ നിന്നും അവന്റെ റണ്ണിംഗ് പവർ ഉപയോഗിച്ച് ടെലിപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നിന്ന് ജിറയ സെൻസായി ആളാണെങ്കിൽ ഫയർ പവർ ഒക്കെ ഉപയോഗിച്ച് ആ വില്ലനെ റൗണ്ട് ചെയ്യും. പക്ഷെ അവിടെ നിന്നും അവൻ സിമ്പിളായിട്ട് രക്ഷപ്പെട്ട് മുൻപോട്ടേക്ക് കുതിക്കും. നറൂട്ടോയും ബൊറൂട്ടോയും വിട്ടുകൊടുക്കാതെ അവന്റെ പിന്നാലെ ഫോളോ ചെയ്യും. മാമനാണെങ്കിൽ വലിയൊരു എർത്ത് സ്റ്റൈൽ ഉപയോഗിച്ച് അതിൽ ആ വില്ലനെ ലോക്ക് ചെയ്ത് ബൊറൂട്ടോയും നറൂട്ടോയും കൂട്ടി വീണ്ടും ഒരു രഹസ്യ സ്ഥലത്തേക്ക് വരും. എന്നിട്ട് ഇനി എന്ത് ചെയ്യുന്നു അവര് കാര്യമായിട്ട് ആലോചിക്കുകയാണ്. വില്ലനാണെങ്കിൽ സിമ്പിളായിട്ട് ആ എർത്ത് സ്റ്റൈലും തകർത്ത് പുറത്തേക്ക് പോകും. പക്ഷെ മാമനാണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാവും, അവനെ കൊണ്ട് ഫ്യൂച്ചറിലേക്ക് പോകാൻ പറ്റും. അവൻ ഞൊടിയിടയിൽ ഫ്യൂച്ചറിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ടൈം ലൈനിലേക്കും അവനെ കൊണ്ട് വരാൻ പറ്റുന്നുണ്ട്. എന്താണ് അവന്റെ പവർ എന്ന് അത് മനസ്സിലാക്കിയാൽ മാത്രമേ അവനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ ആൾക്കാർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ആ വില്ലൻ അവൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആൾക്കാരുടെ ഹൈഡ് ഔട്ട് മനസ്സിലാക്കി അവിടേക്ക് വരും. അവനെ കാണേണ്ട താമസം ബൊറൂട്ടോയും നറൂട്ടോയും രണ്ടുപേരും ഉഷാറായിട്ട് ഓടുകയാണ്. ഹുക്ക് ഉപയോഗിച്ച് ഇപ്പൊ നറൂട്ടോയെ പിടിച്ചു വലിക്കും. പക്ഷെ അപ്പോഴായിരിക്കും മാമൻ ആളാണെങ്കിൽ ആ ടോഡ് സമറിംഗ് ജിപ്സു അതുപയോഗിച്ച് വില്ലനെ അതിനുള്ളിൽ ലോക്ക് ചെയ്യും. വില്ലനാണെങ്കിൽ അപ്പോഴും യാതൊരു കുലുക്കം ഉണ്ടാവില്ല. ഓ ഇതിപ്പോ നമ്മളെല്ലാവരും ഉള്ളത് ആ തവളയുടെ അകത്തല്ലേ, എനിക്കിതൊന്നും ഒരു വലിയ ബാരിയറേ അല്ല, ഇതൊക്കെ തകർത്ത് ഈസി ആയിട്ട് ഞാൻ പുറത്തേക്ക് വരുമെന്ന് പറയും. റൂട്ടോ ഉടനെ അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് വില്ലനെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ അവനവന്റെ പവർ ഉപയോഗിച്ച് ആ ക്ലൗൺസുകളുടെ എല്ലാ അറ്റാക്കിൽ നിന്ന് വളരെ സിമ്പിളായി ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ അടുത്ത നിമിഷം അവൻ രക്തം ഛർദ്ദിക്കുകയാണ്.
മാമനാണെങ്കിൽ അത് കണ്ട് ചിരിക്കും. ഞാൻ നിന്റെ വീക്ക്നെസ് അത് നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇപ്പോ അസിഡിക് പോയിസൺ ഉണ്ട്. സോ അതുകൊണ്ടാണ് നീ ഇപ്പൊ ബ്ലഡ് ഛർദ്ദിക്കുന്നത്. അടുത്ത നിമിഷം ആ ഒരു ബെല്ലി ചിപ്സു അത് മാസ്റ്റർ ബ്രേക്ക് ചെയ്യും. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ അവന്റെ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് ഞൊടിയിടയിലെ റെസണൻ പവർ അത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് പറ്റിയ അവസരം. ഇപ്പൊ അവനെ അടിക്കുകയാണെങ്കിൽ തകർക്കാൻ പറ്റും. നറൂട്ടോ ഓടി വന്ന് ആ റെസങ്ങൻ പവർ വെച്ച് ആഞ്ഞടിക്കും. ആ ഒരു അടിയില് വില്ലൻ തകരാണ്. അപ്പൊ ലോങ് ഷോട്ടില് കൊനഹമാരും ടീമും അവരാണെങ്കിൽ ഈ അറ്റാക്കൊക്കെ കണ്ട് അങ്ങനെ പേടിച്ചിരിക്കും. കട്ട് ചെയ്താ ഇവിടെ സാക്കുറ അവൾ ഒരുപാട് നേരമായി ഹീൽ ചെയ്തിട്ട് ആസുവയ്ക്കാണെങ്കിൽ ഒരു മാറ്റവും ഇല്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ വില്ലനെ കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.